രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങി. വയറ് വിശക്കുന്നതുകൊണ്ട് ആഹാരം ബുക്ക് ചെയ്യാനായിട്ട് പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ആകെ 30 രൂപ ലോട്ടറി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് 2 രൂപ 60 പൈസ മാത്രമേ ഉള്ളൂ. പിന്നൊന്നും നോക്കിയില്ല, പണിക്കിറങ്ങി. നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വരവും പോക്കും സിറ്റിക്കകത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ 2000 രൂപ ഈ ബ്ലോക്കിനിടയിൽ നിന്ന് കളക്ഷൻ എടുക്കാൻ വലിയ പാടാണ്. ഇതിൽ 350 രൂപ പെട്രോൾ ഓടിച്ച് 250 രൂപ റെന്റും കൊടുത്ത് 150 രൂപ ചായയും കുടിക്കുമ്പോൾ പിന്നെ കയ്യിലൊന്നും കാണൂല. ഏവർക്ക് റോഡ് സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ മഴ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ സൈഡ് കർട്ടൻ ഞാൻ വീട്ടിൽ വെച്ച് സെറ്റ് ചെയ്തു. ഫുൾ ടൈം മഴയത്ത് കിടന്ന് ഓടുന്നതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് ചെറിയ വൃത്തിക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇന്നത്തെയോട് പോവും. ഇന്നലെ അടിച്ച 350 രൂപ ഡീസൽ ഇന്നും അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡീസൽ അടിക്കേണ്ട കാര്യമില്ല. ഊബറിൽ ഓൺലൈനായാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ ആദ്യത്തെ ഓട്ടോ ഊബറിൽ നിന്നല്ല കിട്ടിയത്. ഒരു പാവപ്പെട്ട അപ്പൂപ്പൻ റോഡിൽ നിന്ന് കൈ കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് 2-3 സ്ഥലങ്ങളിൽ പോകണം, കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, എന്ത് കുഴപ്പം, നമ്മുടെ പണി ഇതല്ലേ. ആ ഓട്ടം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു. മീറ്ററിൽ 124 രൂപ കാണിച്ചു. എന്നാൽ അപ്പൂപ്പൻ 160 രൂപ തന്നു. പലപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തെ യാത്രക്കാർ അങ്ങനെയാണ്. അവർക്ക് സാഹചര്യം മനസ്സിലാക്കാൻ അറിയാം. 10-20 ടിപ്പ് അധികം തരും. ഞങ്ങൾ പിടിച്ചു പറിക്കാതിരുന്നാൽ മതി. ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണെന്ന് പറയും പോലെ മഴ പെയ്യുമ്പോഴോ റോഡ് ബ്ലോക്ക് ആകുമ്പോഴോ ഊബറിൽ ചറപറ ഓട്ടമാണ്. സാധാരണ ഓടുന്നതിന്റെ 2 ഇരട്ടി സമയം എടുത്തു മാത്രമേ ഈ സമയത്ത് ഓരോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 വീലർ പോലെ അത്ര സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സാധനമല്ല 3 വീലർ ആയിട്ടുള്ള ഓട്ടോറിക്ഷ. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ അത്രയും കെയർ ചെയ്ത് മാത്രമേ ഈ സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഊബർ ബുക്ക് ചെയ്യുന്നവരും ഓട്ടോ ഡ്രൈവർമാരുമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ട്രിപ്പുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം 1.5 മണിക്കൂറോളം വണ്ടി ഞാൻ ഒതുക്കിയിട്ടിരുന്നു. ഈ സമയത്ത് വണ്ടി ഇറക്കാൻ സാധിച്ചില്ല. ഭയങ്കരമായിട്ടുള്ള പേമാരിയായിരുന്നു. വെറും 30 രൂപയും പോക്കറ്റിലിട്ടുകൊണ്ട് പണിക്കിറങ്ങിയ ഞാൻ മണിക്കൂറിൽ $2 വെച്ച് 4 മണിക്കൂർ കൊണ്ട് $8 ഏൺ ചെയ്ത്, അതായത് 675 രൂപ.